ഹലോ. നമ്മൾ ലാസ്റ്റ് ചെയ്ത Q&A എനിക്ക് തോന്നുന്നു കുറേ പേർക്കുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് കിടക്കുകയാണ്. അപ്പോൾ വെൽക്കം ടു Q&A പാർട്ട് 2. കുറേ പേർക്ക് കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ്. ഞാൻ ക്വസ്റ്റ്യൻസ് വായിക്കാം കേട്ടോ. ഇന്റർ റിലീജിയൻ മാരേജിൽ നേരിട്ട ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഇന്റർ റിലീജിയൻ റിലേഷൻഷിപ്പ് ഉള്ളവരോട് എന്താണ് പറയാനുള്ളത്? പിന്നെ ചേച്ചി മുസ്ലിം ആണോ? ബിഗ് ഫാൻ. മുസ്ലിം ആണോ ചേച്ചി? മുസ്ലിം ഓർ ഹിന്ദു? ചോദിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നല്ലേ ചേച്ചി മുസ്ലിം ആണോ എന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് കാസ്റ്റും അതുപോലെ നമ്മുടെ റിലീജിയനും പറയാൻ തീരെ താല്പര്യമില്ല. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ജാതി പറയും? എന്നുവെച്ചാൽ അങ്ങനെ പറയേണ്ട കാര്യമില്ല. എല്ലാം മനുഷ്യർ തന്നെയല്ലേ. എനിക്ക് അങ്ങനെ ജാതി പറയാനോ അങ്ങനെ തീരെ ഇഷ്ടമില്ലാത്ത കാര്യം. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങനെ ജാതി ഒരുപോലെയാണോ അങ്ങനെ നോക്കിയിട്ടൊന്നും അല്ല ആക്ച്വലി നമ്മുടെ ലവ് സ്റ്റാർട്ട് ചെയ്തേ. അതുകൊണ്ട് തന്നെ പിന്നെ ഞാനിപ്പോൾ അത് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ, ചേച്ചി എന്തുകൊണ്ടാ തടി കുറയ്ക്കാൻ തീരുമാനിച്ചേ? ചേട്ടൻ തടി ഇല്ലാത്തതുകൊണ്ടാണോ? ഞാനും എൻ്റെ ഹസ്സും അങ്ങനെയാണ്. എനിക്ക് തടിയുണ്ട്, ഹസ്ബൻഡിന് തടിയില്ല. ആ കാരണം കൊണ്ട് എനിക്ക് ഒരുപാട് കളിയാക്കൽ നേരിട്ടിട്ടുണ്ട്. ബട്ട് ഞാൻ ഒരുപാട് തടിയൊന്നും ഇല്ല നോർമൽ ഹ്യൂമൻ ഉണ്ടാക്കുന്ന എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ബട്ട് ഹസ് നല്ലോണം തടി കുറഞ്ഞിട്ട് നോക്ക്. നമ്മളിപ്പോൾ ഒരാൾക്ക് നമ്മളെപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാൻ നോക്കിയാൽ മതി. ശരിക്കും ഞാൻ വണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ച ഹരിക്ക് വണ്ണം ഇല്ലാത്തതുകൊണ്ടല്ല. നമ്മൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ നമ്മൾ രണ്ടുപേരും ക്ഷീണിച്ചായിരുന്നു എന്ന് വെച്ചാൽ കുറച്ച് കോലായിട്ട് സ്കെൽറ്റായിട്ട് തന്നെ എഴുന്നേച്ചത്. ഞാൻ പണ്ട് +2 പഠിക്കുന്നവരെ എനിക്ക് അത്യാവശ്യം നല്ല വണ്ണം ഉണ്ടായിരുന്നു. ഞാൻ കോളേജൊക്കെ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ കുറേ ട്രാവൽ ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാനിങ്ങനെ ഫുഡൊന്നും കഴിക്കത്തില്ല. എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. എനിക്കാണേ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ബസ് കയറി കഴിഞ്ഞാൽ ഒരു 2 hours എടുക്കും കോളേജ് വരെ എത്താൻ. അപ്പോൾ ഇത്രയും നേരം ഈ കോളേജ് ബസ്സിൽ ഇങ്ങനെ ഇരുന്ന് ട്രാവൽ ചെയ്യുമ്പോൾ ആ ഒരു വൊമിറ്റ് ചെയ്യാൻ വരും ഭയങ്കരമായിട്ട്. അപ്പം ഞാൻ രാവിലെ ഒന്നും കഴിക്കത്തില്ല, ഉച്ചയ്ക്ക് കോളേജ് ഒന്നും കഴിക്കത്തില്ല. ഹോസ്റ്റലിലൊക്കെ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ പട്ടിണി കിടന്ന് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയല്ല കേട്ടോ, വൊമിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി പട്ടിണി കിടന്ന് അവസാനം എൻ്റെ വണ്ണം അങ്ങനെ കുറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഹരിയായിട്ട് കണ്ടുകൊണ്ടേ. അപ്പോൾ വണ്ണം കുറഞ്ഞ ടൈമിലാണ് നമ്മൾ രണ്ടും സെറ്റായത്. പിന്നെ എന്നുവെച്ചാൽ ഞാൻ വണ്ണം കുറഞ്ഞുകൊണ്ടാണ് ഹരിയായിട്ട് സെറ്റായെന്നല്ല. അപ്പോൾ ഞങ്ങൾ ആ ഒരു ടൈമിൽ അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് ഫുഡിങ് കൂടി അങ്ങനെ പെട്ടെന്ന് വണ്ണം വെച്ചു. അപ്പോഴും ഹരി സ്കെൽറ്റ് തന്നെയാണ്. നമ്മളിപ്പോൾ ഒരാൾക്ക് പാർട്ണർ ആള് വലുതായിട്ടും പെണ്ണ് ചെറുതായിട്ടും ഇരിക്കുന്നുള്ള കൺസെപ്റ്റൊക്കെ പണ്ടാണ്. നമ്മളെപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാൻ നോക്കിയാൽ മതി. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അസുഖങ്ങളൊന്നും വരാതെ ബോഡി ഫിറ്റ് ആയിട്ടിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഹരിക്ക് വണ്ണം കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാൻ വണ്ണം കുറയ്ക്കണമെന്നല്ല. എനിക്ക് ആക്ച്വലി നല്ല ഫാറ്റ് കൂടിയിട്ട് എനിക്ക് കുറേ ബുദ്ധിമുട്ടും പിന്നെ അല്ലാതെ വരാൻ തുടങ്ങി. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊന്നും ഇടാൻ പറ്റണപ്പോൾ കൂടിയാണ് ഞാൻ വണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചത്. അല്ലാതെ ഹരിക്ക് വണ്ണം കുറഞ്ഞുകൊണ്ടല്ല കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ബോഡി അങ്ങനെ ഇരിക്കണമെന്ന്. ഇപ്പം ആരെങ്കിലും കുറച്ച് വണ്ണം വെച്ചിരുന്ന അവരെ പോയി ബോഡി ഷേവിങ് ചെയ്യേണ്ട കാര്യമില്ല. വണ്ണം കുറഞ്ഞിരുന്നാലും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നമ്മളെല്ലാം മനുഷ്യരാണ്. ഓരോരുത്തർക്കും ഓരോ ബോഡി ടൈപ്പ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച് എൻ്റെ ബോഡി കിട്ടുന്ന പോലെ ആയിരിക്കത്തില്ല വേറൊരാൾക്ക് കിട്ടുക. ഇപ്പോൾ ഹരിക്കാണെങ്കിൽ എന്ത് കഴിച്ചാലും വണ്ണം പെട്ടെന്ന് വെക്കില്ല. അതേസമയം എന്തെങ്കിലും ഒരു ഫുഡിൻ്റെ മണം വന്ന് അതിനെ ഇങ്ങനെ വലിച്ചെടുക്കുകയാണെങ്കിൽ ഞാൻ വണ്ണം വയ്ക്കും. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, അതുപോലെ പെട്ടെന്ന് വെള്ളം കുടിച്ചാൽ കൂടി വീർത്ത് വന്നിട്ട് ബോഡി ടൈപ്പാണ്. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതെന്ന് വെച്ച് നമ്മൾ പോയി വണ്ണം കുറയ്ക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നിങ്ങളാണെങ്കിലും ആരെങ്കിലും കളിയാക്കി അത് ഈ ചെവിക്കുടി കേട്ട് ഈ ചെവിക്കുടി വിട്ടാൽ മതി. ആൾക്കാർക്ക് നമ്മുടെ ഒരു മെന്റൽ പ്രശ്നങ്ങളോ മെന്റൽ പ്രശ്നങ്ങളല്ല നമ്മളത് മാനസികമായിട്ട് എത്രത്തോളം ബുദ്ധിമുട്ടാക്കുന്നു നമ്മുടെ ആ ഒരു സിറ്റുവേഷൻസ് അവർക്ക് മറ്റുള്ളവർക്ക് പുറമേ നോക്കുന്നവർക്ക് മനസ്സിലാക്കേണ്ട കാര്യമില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളത് മൈൻഡ് ചെയ്യാണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെക്കാളും വണ്ണം കുറവാണ് അതുകൊണ്ട് നിങ്ങൾ പോയി വണ്ണം കുറയ്ക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾ പോയി കുറയ്ക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ കുറയ്ക്കുക, ഫിറ്റായി ഹെൽത്തി ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കുക കേട്ടോ. പിന്നെ വന്നേക്കുന്നൊരു ക്വസ്റ്റ്യൻ, ചേട്ടൻ്റെയും ചേച്ചിയുടെയും ഫുൾ നെയിം? എൻ്റെ പേര് രഹ്ന എന്ന് തന്നെയാണ്. ഹരിയുടെ പേര് ഹരികൃഷ്ണൻ എന്നാണ് കേട്ടോ. യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടോയെന്ന്? കാരണം അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ആക്ച്വലി ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് വലിയ പ്ലാനുള്ള ആൾക്കാരൊന്നും ആയിരുന്നില്ല. ഹരിക്കാണെങ്കിൽ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ ഇരിക്കുമ്പോൾ ഓരോ ഫോട്ടോസ് എടുത്ത് സ്റ്റോറി ഇടുക, അതുപോലെ അങ്ങനെ എന്താ പറയുക വീഡിയോ എടുത്തത് എഡിറ്റ് ചെയ്യുക, അങ്ങനെ കാര്യങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ എൻ്റെ ഫോട്ടോസ് എടുത്ത് തന്നിട്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യും, പിന്നെ വീഡിയോസ് എടുത്ത് പോസ്റ്റ് ചെയ്യും. അങ്ങനെ എടുത്തെടുത്ത് നമ്മൾ ഇതിനകത്തേക്ക് പതുക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും
നമുക്ക് ഓരോ കൊളാബ് വരാൻ തുടങ്ങി, ഓരോ ബ്രാൻഡിന്റെ കൊളാബ് വരാൻ തുടങ്ങി ഇൻസ്റ്റാഗ്രാമിൽ. അത് കഴിഞ്ഞപ്പോൾ ഇൻസ്റ്റയിൽ നമുക്ക് ഡെയിലി ഇപ്പോൾ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ടൈം ആണെങ്കിൽ കൂടി ഇൻസ്റ്റയിൽ നമ്മൾ ഡെയിലി പോസ്റ്റ് ഇടും, പോസ്റ്റോ വീഡിയോ എന്തായാലും ഇട്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഡെയിലി ഇൻസ്റ്റ നമുക്ക് കൺസിസ്റ്റൻസി ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻസ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് യൂട്യൂബ് കൊണ്ടുപോയി കൂടാന്ന് വിചാരിച്ചു. യൂട്യൂബ് കുറച്ചുകൂടി ഓരോ വ്യൂസ് അനുസരിച്ച്, അതായത് ഓരോ വീഡിയോയ്ക്കും പേയ്മെന്റ് ഉണ്ടല്ലോ, അപ്പോൾ എന്തുകൊണ്ട് അത് കരിയർ ആക്കി കൂടാന്ന് ചിന്തിച്ച് പതുക്കെ യൂട്യൂബിലേക്ക് ഇറങ്ങി. അല്ലാണ്ട് നമുക്ക് വലിയ പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല അത് സത്യം പറഞ്ഞ. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എത്ര നാളായി? യൂട്യൂബ് ചാനൽ എനിക്ക് തോന്നുന്നു നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 8 മാസം ആവുന്നേ ഉള്ളൂ. അല്ലാതെ ഒരു ചാനൽ എല്ലാവർക്കും കാണുമല്ലോ, അതുപോലെ പണ്ടോട്ടേ ഉണ്ടായിരുന്നതാ. നമ്മൾ ഇതൊരു പ്രൊഫഷനാക്കി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് 8 മാസമേ ആയിട്ടുള്ളൂ. ബഗ്ഡായി ഇയർ പിയേഴ്സിംഗ് എക്സ്പീരിയൻസ് ആൻഡ് ഡീറ്റെയിൽസ് പ്ലീസ് റിപ്ലൈ. ബഗ്ഡായി മീൻസ് എനിക്ക് തോന്നുന്നു ഞാൻ പിയേഴ്സിങ് ഇത് കണ്ടിട്ടായിരിക്കാം ചോദിച്ചത്. ഹെലിക്സ് പിയേഴ്സിങ് ആണ്. ആക്ച്വലി എനിക്ക് കാത് കുത്താൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അതല്ലാണ്ട് വേറെ ഒരു ടോട്ടൽ ഇവിടെ ഒരു 5 എക്സ്ട്രാ ഉണ്ട്, ഞാനത് കമ്മലിട്ടിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഈ സ്റ്റഡിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അത് പോയി കുത്തണമെന്ന്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബോണും കുറച്ച് കട്ടിക്ക് ബോണുള്ളതുകൊണ്ട് ഭയങ്കര പെയിൻ ആയിരിക്കുമല്ലോ. അപ്പോൾ ചെന്ന് എന്തായാലും വേണ്ടില്ല, ഇതിനൊക്കെ വേണ്ടി വേദന സഹിക്കാൻ റെഡിയായ ആ ഒരു മൈൻഡ് സെറ്റാണ്. അപ്പോൾ ചെന്ന് കുത്തി കഴിഞ്ഞപ്പോഴാണ് ആ പുള്ളി പറയുന്നത് ഇത് ഉണങ്ങാൻ എങ്ങനെ പോയാലും ഒരു 1 ഇയർ എങ്കിലും ആവും. 6 to 1 year ആണ് പറയുന്നത്. അതിൻ്റെ 6 months to 1 year അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളിത് പ്രോപ്പറായിട്ട് കെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പഴുക്കാൻ ചാൻസ് ഉണ്ട്. അതല്ലാണ്ട് ചെറിയ കുരുക്കൾ പോലെ ലംസ് ഇല്ല അതുപോലെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മര്യാദക്ക് നോക്കിക്കോണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുത്താൻ പോകുന്ന ആൾക്കാരോട് ഇത് പ്രോപ്പറായിട്ട് കെയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ കുത്തായിരിക്കുന്നതായിരിക്കും ബെസ്റ്റ്. ഞാൻ അറിയാണ്ട് ചില ടൈമിൽ ഹെൽമെറ്റ് ഒക്കെ എടുത്ത് ഒറ്റ വെപ്പുണ്ട്. എൻ്റെ പൊന്നെ, എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ, ഭയങ്കര വേദന. നമ്മൾ സ്വർഗ്ഗം കാണുമെന്ന് പറയില്ല, ആ ഒരു ഫീലാണ് കേട്ടോ. അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ കുത്തുക കേട്ടല്ലോ. ഫസ്റ്റ് ജിം എക്സ്പീരിയൻസ് കുറേ ആയി ചോദിക്കുന്നു. ഫസ്റ്റ് ജിം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് ആവുന്ന ടൈമിലാണ് ഹരി ജിമ്മിൽ പോകുന്നത്. അത് ഇവിടെയല്ല, എനിക്ക് തോന്നുന്നു സൗത്ത് പറവൂരാണ് പോകുന്നത്. അപ്പോൾ ഹരി പോകുന്ന ടൈമിൽ ഹരി ഒറ്റയ്ക്കായപ്പോൾ എന്നോട് പറഞ്ഞു ജസ്റ്റ് നീ കൂടി വാ ഒരു കമ്പനിക്കെന്ന്. അങ്ങനെയാണ് ഞാൻ പോകുന്നത്. അവിടെ പോയിട്ട് എനിക്ക് ശരിക്കും വർക്കൗട്ട് ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര മടിയുടെ ആളാണ് ഞാൻ സത്യം പറഞ്ഞാൽ. അപ്പോൾ ചെന്ന് അന്ന് വെയിറ്റ് ഒന്നും എടുക്കത്തില്ല, ഇന്നും വെയിറ്റ് ഒന്നും എടുക്കത്തില്ല, അത് വേറെ കാര്യം. അപ്പോൾ എനിക്കാണെങ്കിൽ എന്താ പറയുക എക്സ്പീരിയൻസ് നമ്മൾ വഴുതി എന്തൊക്കെയോ ചിന്തിച്ചു പോയി. ജിം എക്സ്പീരിയൻസ് ഓക്കെ. എനിക്കാണെങ്കിൽ ഒരുപാട് വെയിറ്റ് ഇങ്ങനെ എടുത്ത് പൊക്കാൻ എൻ്റെ കൈക്ക് എന്തൊരു ബലക്കുറവുള്ള പോലെ സത്യം പറഞ്ഞു. അപ്പോൾ ഞാനത് മൈൻഡിലേക്ക് ഇങ്ങനെ കൊടുക്കും, എൻ്റെ കൈക്ക് ബലക്കുറവുണ്ട് അതുകൊണ്ട് ചെറിയ വെയിറ്റ് എടുക്കാം അങ്ങനത്തെ രീതിയിൽ. അപ്പം അപ്പോഴും ഇപ്പോഴും കുറെ കൂടായ്പായിരുന്നു കേട്ടോ ജിമ്മില്. വെറുതെ ഓരോ ജിമ്മിലെ ട്രെയിനർ വന്നിട്ട് ഇത്ര സെറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഞാനത് ചെയ്തു എന്ന് കള്ളം പറഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. പിന്നെ ഇപ്പോന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുത്തേക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി നല്ലതാണ്. നമ്മൾ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. എൻ്റെ റിസൾട്ടും അതെ, നമുക്ക് അതിനോടുള്ള ഇഷ്ടം അതെ. അതുകൊണ്ട് കുഴപ്പമില്ല. ഫസ്റ്റൊക്കെ ഞാൻ ഭയങ്കര ഉടായ്പായിരുന്നു കേട്ടോ, എനിക്ക് പോകാനും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവൻ്റെ നിർബന്ധം കൊണ്ട് മാത്രം പോയതാണ്. രഘുവിന് പോപ്സിന് കൊടുക്കണമെന്ന് തോന്നിയിട്ടുള്ളത് എക്സ്പെൻസീവ് ഗിഫ്റ്റ് എന്താ? എന്നേക്കാൾ വലിയൊരു എക്സ്പെൻസീവ് ഗിഫ്റ്റ് ഒന്നും കിട്ടാറുണ്ടോ? ചുമ്മാ ഇവന് കൊടുക്കാൻ തോന്നിയിട്ടുള്ള ഒരു എക്സ്പെൻസീവ് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്കിതുവരെ തോന്നിയിട്ടില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് കൊടുക്കാൻ ഇവനെ കാണുമ്പോഴല്ലോ എനിക്ക് എന്തെങ്കിലും ടെഡ്ഡി ബിയറോ അല്ലെങ്കിൽ അങ്ങനെ സാധനം. അടുത്തൊരു ക്വസ്റ്റ്യൻ വായിക്കാവേ. നിമിഷ എന്ന് പറഞ്ഞ ഒരാളാട്ടോ ചോദിച്ചേക്കുന്നേ. ബോത്ത് ആർ വെർജിൻ. എന്തൊക്കെയല്ലേ അറിയണ്ടേ? സത്യം പറഞ്ഞ നോബഡി ഡൈസ് എ വെർജിൻ, ലൈഫ് ഒക്കെ സോൾ, അങ്ങനെയല്ലേ? അങ്ങനെയാണ് എൻ്റെ ആൻസറും കേട്ടല്ലോ. പിന്നെ വെഡ്ഡിങ് ഡേറ്റ് ഞാൻ പറയുന്നില്ല. അപ്പോൾ വെന്യൂ പറയാ, എല്ലാവരും ചോദിക്കുന്നല്ലേ, നമ്മള് പറയാല്ലേ. ഞങ്ങൾ ഗുരുവായൂർ വെച്ചിട്ടാണ് വെഡ്ഡിങ് പ്ലാൻ ചെയ്തേക്കുന്നതെന്നല്ല സെറ്റ് ചെയ്തേക്കുന്നത്. ചേച്ചിയുടെയും ഹരിയുടെയും വീട്ടിൽ ആരൊക്കെയാണുള്ളത്? എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, എൻ്റെ അനിയത്തി, പിന്നെ അച്ഛൻ്റെ അമ്മ, പിന്നെ ഇപ്പം അമ്മയുടെ അമ്മയും കുറച്ച് നാളായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. ഹരിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി. എല്ലാവരും ടോണിലേ പറയുള്ളൂ കേട്ടോ, അച്ഛൻ, അമ്മ, അനിയത്തി. ഓക്കെ. പിന്നെ വന്നേക്കുന്ന ക്വസ്റ്റ്യൻ അവന്റെ നെയിം നിന്നെയാന്ന് തോന്നുന്നു. അവന്റെ പേര്
ഉണ്ണികൃഷ്ണൻ, ഞങ്ങൾ വീട്ടിൽ ഉണ്ണിയെന്ന് വിളിക്കും. ലവ് സ്റ്റോറി പറയുമോ? ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേ, അറിയണം എന്നുണ്ടെങ്കിൽ മാത്രം. പിന്നെ എങ്ങനെയാണ് യൂട്യൂബിൽ നെഗറ്റീവ് കമൻസ് നേരിടുന്നത്? ഞാൻ നോക്കിയിരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യൂട്യൂബിൽ നെഗറ്റീവ് കമൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വരുന്നതിൽ ഒരു 80% പോസിറ്റീവ് കമൻസ് ആയിരിക്കും, ഒരു 20% നെഗറ്റീവ് കമൻസ്. നെഗറ്റീവ് കമൻസ് ഒക്കെ ആദ്യമൊക്കെ ഞാനത് വായിച്ചു അന്വേഷിച്ചു, എന്തെല്ലാവരും ഇങ്ങനെ പറയുന്നേ, അങ്ങനെയാണല്ലോ, ഞാൻ എന്താ ചെയ്യുക, അങ്ങനെയൊക്കെ ആലോചിച്ച് ഞാൻ വിഷമിച്ചിരുന്നിട്ടുണ്ട്. അല്ല ഞാനത് ഭയങ്കര പേഴ്സണലായിട്ട് എടുത്തിട്ട് ഭയങ്കര ഹേർട്ടായിട്ട് ഒരു ഡേ മൊത്തം കൊണ്ടേ കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ സിറ്റുവേഷൻ വരെ എനിക്ക് വന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് നെഗറ്റീവ് കമൻസ് എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാർക്കും ഓരോ അഭിപ്രായമായിരിക്കും. അതായത് എനിക്കുള്ള അഭിപ്രായം ആയിരിക്കത്തില്ല ഇവനുള്ളതായിരിക്കത്തില്ല വേറൊരാൾക്ക്. ഓരോരുത്തർക്ക് തോന്നുന്ന അവർ കമൻറ്റ് ഇടുന്നു. ഇപ്പം നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അവരൊന്നും ചോദിക്കും, പിന്നെ എന്തിനാ കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നത്, അതങ്ങ് ക്ലോസ് ചെയ്യാൻ പാടില്ലേ. എനിക്കങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല സത്യം പറഞ്ഞാൽ. നെഗറ്റീവ് പറയാനുള്ളവർ പറഞ്ഞോട്ടെ, അത് നമ്മളെങ്ങനെ എടുക്കുന്നത് മാത്രം നോക്കിയാൽ പോരെ. ഇപ്പം ഞാൻ അതിനെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുള്ളൂ. നെഗറ്റീവ് വേണം, നമ്മുടെ ലൈഫിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ തന്നെ ഒരു ഇൻസ്പിറേഷൻ കിട്ടുകയുള്ളൂ. അതല്ലെങ്കിൽ ഫുൾ പോസിറ്റീവ് വേണമെന്ന് നമുക്ക് ഒരിക്കലും നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല. ഫുൾ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സ് നോക്കാനും ഒരു ഇതുണ്ടാവില്ല. കൂടുതലും ഞാൻ നെഗറ്റീവിനാട്ടോ റിപ്ലൈ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരും വന്ന് നെഗറ്റീവ് കമൻറ്റ്സ് ഇടാൻ നിൽക്കണ്ട കേട്ടോ. നെഗറ്റീവ് ഇടുന്ന ആൾക്കാർ എപ്പോഴും നെഗറ്റീവ് ഇട്ടുകൊണ്ടിരിക്കും. എനിക്കതിൽ യാതൊരു പ്രശ്നവും എന്നെ ഒരു രീതിയിൽ അഫക്റ്റ് ചെയ്യാനും പോകുന്നില്ല. പിന്നെന്താ പ്രശ്നം? ബോഡി ഷേവിങ് ഓർ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവരോട് എന്താണ് പറയാനുള്ളത്? ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരാൾ വണ്ണം കുറഞ്ഞിരിക്കുന്നതും അല്ലെങ്കിൽ വേറൊരാൾ വണ്ണം കൂടിയിരിക്കുന്നതും ചിലപ്പോൾ അവരുടെ ഇഷ്യൂ കൊണ്ടാവത്തില്ല. ഈ ഹോർമോണൽ ഇംബാലൻസ് മുതൽ PCOD പോലത്തെ ഇഷ്യൂസുള്ള എന്തോരം ആൾക്കാരുണ്ട്. അവരിപ്പോൾ ഡയറ്റ് എടുത്താൽ കൂടി അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്താൽ പോലും വണ്ണം കുറയാനൊക്കെ ഭയങ്കര പാടായിരിക്കും. ഇപ്പോൾ ഓപ്പോസിറ്റ് കളിയാക്കുന്ന ആൾക്കാർക്ക് അവരുടെ ആ ഒരു എന്താ പറയുക മാനസികാവസ്ഥ ഇതൊന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ചില ആൾക്കാർ ഭയങ്കര പേഴ്സണലായിട്ട് എടുക്കും. നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ പോയി കളിയാക്കി അല്ലെങ്കിൽ ആരോട് എന്തെങ്കിലും പോയി പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ അത് എങ്ങനെ എടുക്കാന്ന് പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അവർക്ക് ഭയങ്കരമായിട്ട് അത് മെൻ്റലി മീൻസ് ആ ഒരു എന്താ പറയുക ഭയങ്കരമായിട്ട് അത് അവർ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലാവും. അപ്പോൾ നമ്മൾ ഞാൻ പറയുന്നതാണ്, നമ്മൾ ആരെയും പോയി ബോഡി ഷേമിങ് ചെയ്യാതിരിക്കുക. അത് ഭയങ്കര ഒരു വൃത്തികെട്ട പരിപാടിയാണ് ബോഡി ഷേമിങ് ചെയ്യാന്ന് പറഞ്ഞാൽ. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിടുക. ഇപ്പോൾ ഒരാൾ വണ്ണം വെച്ചിരുന്നാലും വണ്ണം കുറഞ്ഞിരുന്നാലും നിങ്ങൾക്കെന്താ അല്ലെ നമുക്കെന്താ, നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരെ. ആ ഒരു മൈൻഡ് സെറ്റ് നടന്നാൽ മതി കേട്ടോ, അതാണ് നല്ലത്. നിങ്ങൾ ജോബ് റിസൈൻ ചെയ്തു എന്ന് പറഞ്ഞു, അപ്പോൾ ഫിനാൻഷ്യൽ റിലേറ്റഡ് നീഡ്സ് എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നേ? വാട്ട് ഈസ് യുവർ വേ ഓഫ് ഇൻകം? ഞങ്ങൾ ജോബ് റിസൈൻ ചെയ്തു എന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞില്ല, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് കിട്ടി തുടങ്ങിയ എനിക്ക് തോന്നുന്നു അതൊരു 15K അത്ര എന്തോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ആ ഒരു ടൈമിൽ ഞങ്ങൾ ജോബ് റിസൈൻ ചെയ്തു. സത്യം പറഞ്ഞാൽ റിസ്ക്കാണ് എടുത്തത്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ആ ഒരു 15 വെച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളും പോകണമായിരുന്നു. അപ്പോൾ നമ്മൾ റിസ്ക് എടുത്ത് ഇറങ്ങിയോണ്ടാണ് നമുക്കിപ്പോൾ ഒരു ലൈഫ് ഉണ്ടായത്. ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഇപ്പോഴും അവിടെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. ഒരിക്കലും നിങ്ങളുടെ മുമ്പ് ഇങ്ങനെ ഇരുന്ന് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല, അത് വേറൊരു കാര്യം. പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തൊരവസ്ഥ ഉണ്ടായിരുന്നു. നമ്മളെ മനസ്സിലാക്കാൻ പോലും നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് പോലും പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. നമുക്ക് അതൊന്നും ഇപ്പോൾ പ്രശ്നമില്ല, കാരണം നമ്മളിപ്പോൾ ഓക്കെയാണ്, ഫിനാൻഷ്യലി ഓക്കെയാണ്, മെന്റലി ഓക്കെയാണ്, ഫിസിക്കലി ഓക്കെയാണ്. ദൈവം സഹായിച്ചു ഈശ്വരാ. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞതാ വേ ഓഫ് ഇൻകം എന്ന് പറയുമ്പോൾ ഇതൊക്കെ വരും. പൈസയാണ് എല്ലാവരുടെയും ബേസിക് നീഡ്. സത്യം പറഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ ഈ പൈസ ഉണ്ടാവില്ലേ, നമുക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. ആർക്കായാലും പൈസ ഉണ്ടെങ്കിൽ അക്കൗണ്ടിൽ നിന്ന് പൈസ തീരുന്ന അല്ല സീറോ ബാലൻസ് കാണിക്കുന്ന അത്രയും പെയിൻഫുൾ ആയ ഒരു കാര്യം എൻ്റെ ലൈഫിലുള്ള. സത്യം പറഞ്ഞാൽ മിക്കവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ഏജിലുള്ള. അപ്പോൾ നമ്മളെങ്ങനെ മാനേജ് ചെയ്യുന്നതായിരുന്നു ക്വസ്റ്റ്യൻ. നമ്മൾ അന്നൊക്കെ കുറേ സ്ട്രഗിൾ ചെയ്തു. പിന്നെ കുറേ നല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാടൊന്നുമില്ല, ഭയങ്കര ക്ലോസ് ആയ കുറച്ച് ഫ്രണ്ട്സ്, അവരോടൊക്കെ റോൾ ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ഒരു കൊളാബിൻ്റെ എമൗണ്ട് കിട്ടുമ്പോൾ തിരിച്ചു കൊടുക്കും. അങ്ങനത്തെ രീതിയിലൊക്കെ കുറേ സ്ട്രഗിൾ ചെയ്താണ് ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷൻ വരെ നമ്മൾ എത്തിയത്. പിന്നെ ഇപ്പോഴാണെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് പേയ്മെൻറ്റ് ഉണ്ട്, അതുപോലെ കുറേ ബ്രാൻഡഡ് കൊളാബ്സ് കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ കൂടുതലും ഷോർട്സ് ആണ് ഇടുന്നത്, മെയിൻ വീഡിയോ ഇടാൻ സത്യം പറഞ്ഞാൽ മടിയാണ്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ Q&A ഇടുന്നത് കൊണ്ട് ഇതാണിപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഇട്ടേക്കുന്ന മെയിൻ വീഡിയോ. ഇതുപോലെ മെയിൻ വീഡിയോ ഇടാൻ മടിയാണ്, നമ്മളിപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയേക്കുന്നത്. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് പേയ്മെൻറ്റ് ഉണ്ട്, അല്ലാണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് സബ്സ്ക്രിപ്ഷൻ പേയ്മെൻറ്റ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് ഇപ്പോൾ കൊളാബ്സ്, അത് ബ്രാൻഡ് കൊളാബ്സ് ആണെങ്കിൽ അങ്ങനെ. ഇപ്പം ഞാൻ ബാർട്ടർ കൊളാബറേഷൻ ഒന്നും ചെയ്യുന്നില്ല, പണ്ടൊക്കെ ചെയ്യുമായിരുന്നു, ഇപ്പം നമ്മൾ ചെയ്യുന്നില്ല. ഓൾമോസ്റ്റ് കുറച്ച് ഇതായി കഴിയുമ്പോഴേക്കും മിക്കവാറും ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. പിന്നെ അങ്ങനെ ആ കൊളാബറേഷൻ ആ ഒരു പേയ്മെൻറ്റ് എന്ന രീതിയിലാണ് നമുക്കിപ്പോൾ ഇൻകം വരുന്നത്. ഹാവ് യു നോട്ടീസ്ഡ് എനി ഡിഫറൻസ് ഇൻ ദ വേ പീപ്പിൾ ട്രീറ്റ് യു ബിഫോർ ആൻഡ് ആഫ്റ്റർ യു ഹാവ് ലോസ്റ്റ് വെയിറ്റ്? ഞാൻ അങ്ങനെ നോട്ടീസും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്കാണെങ്കിലും കുറച്ച് ആൾക്കാരായിട്ടേ കോണ്ടാക്റ്റ് ഉള്ളൂ. ഞാനങ്ങനെ അപ്പോൾ അവരൊക്കെ എൻ്റെ അടുത്ത് പറയും
എടാ നന്നായിട്ട് വണ്ണം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ ഡയറ്റൊക്കെ ചോദിക്കും, എങ്ങനെയാണ് വണ്ണം കുറഞ്ഞു. ഇപ്പോഴും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്, ചേച്ചി ആ ഡയറ്റ് ഒന്ന് എനിക്ക് പറഞ്ഞു തരുമോ വണ്ണം കുറയ്ക്കാനുള്ളത്. അങ്ങനെ അല്ലാതെ ഞാൻ വണ്ണം വെച്ചിരുന്ന ടൈമിലും അത് കഴിഞ്ഞിട്ടും ആൾക്കാരെങ്ങനെ അങ്ങനെ എന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്ത് ഞാൻ അങ്ങനെ സത്യം ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല. എനിക്ക് വണ്ണം കുറയ്ക്കണം എന്ന് തോന്നി, ഞാൻ വണ്ണം കുറച്ചു. ഒരു ഐ തിങ്ക് എത്ര ഉണ്ടായിരുന്നു, 70 ആണോ 82 ഉണ്ടായിരുന്ന ടൈമിലാണ് ഒരു 3 മാസം കൊണ്ട് കുറച്ചിട്ട് ഒരു 67 അല്ലേ 67 എന്തോ ആക്കിയത്. ഹൗ മെനി kg യു ലോസ്, ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി ഉണ്ട്. 82 ഉണ്ടായിരുന്ന ടൈമിൽ ജിമ്മ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 3 മന്ത്സോ 3.5 മന്ത്സോ ആയപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുപ്പിച്ചു എൻ്റെ ട്രെയിനറിനെ കൊണ്ട്. 2 പേരുണ്ടായിരുന്നു, നല്ല രീതിയിൽ തന്നെ എല്ലാവരും ചെയ്യിപ്പിച്ചു. പിന്നെ ആദ്യമൊക്കെ ഞാൻ ഭയങ്കര പാടായിരുന്നു വെച്ചാൽ ഷുഗർ കട്ട് ചെയ്യാൻ എനിക്ക് വലിയ പ്രശ്നമില്ല. ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോൾ കട്ട് ചെയ്യാം, കംപ്ലീറ്റ്ലി കട്ട് ചെയ്യാം, യാതൊരു പ്രശ്നമില്ല. പക്ഷേ ചോറ് കഴിക്കാണ്ട് എനിക്കൊരു ലൈഫില്ല. എൻ്റെ ഫേവറേറ്റ് കംഫർട്ട് ഫുഡ് ചോറാണ്. കുറച്ച് ചോറും കുറച്ച് മീൻകറി കുറച്ച് തോരനും കുറച്ച് അച്ചാറും ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് സുഖമാണ് സത്യം. എനിക്കാണെങ്കിൽ ചോറ് കട്ട് ചെയ്തിട്ടൊരു ലൈഫില്ല. അപ്പോൾ എനിക്ക് ചോറ് അവോയ്ഡ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷെ ഞാനത് കുറച്ച് നാൾ എങ്ങനെയോ എന്തോ ചെയ്തു, അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നതിനിടയ്ക്ക് കുക്ക് ചെയ്യുന്ന വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോഴേക്കും അത് കഴിക്കും, സ്വീറ്റ്സ് കഴിക്കും. ഞാൻ കുറേ സ്വീറ്റ്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമായിരുന്നു, അത് കഴിക്കും. പിന്നെ KFCയിൽ പോയി ഒരു ബർഗർ കഴിച്ച് പിന്നെ അവിടുത്തെ ഒടുക്കത്തെ ഫാനായി പോയി അത് കഴിക്കും. അങ്ങനെ കഴിച്ച് ഇപ്പോൾ 67 അല്ലേ 67 പിന്നെ 75 ആയി. ഇപ്പം എൻ്റെ കറണ്ട് വെയിറ്റ് എത്രയാണ് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ 2 ദിവസം ജിമ്മിൽ പോയിട്ട്. അപ്പോൾ ഇനി ഞാൻ കുറയ്ക്കാൻ ട്രൈ ചെയ്യാം, കുറച്ചുകൂടി ഒന്ന് ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഫാറ്റ് കൂടുന്തോറും നമുക്ക് കുറേ ഇഷ്യൂസ് വരും, അത് കുറച്ച് സീനാണ്. 82 ടു ഇപ്പോൾ ഉള്ള kg വരെ ആക്കാൻ എത്ര നാളെടുത്തു? 82 67 ആക്കാൻ എനിക്ക് 3.5 മാസം എടുത്തു. പക്ഷേ 67 75 ആക്കാൻ എനിക്ക് 2 ആഴ്ച പോലും എടുക്കേണ്ടി വന്നില്ല സത്യം പറഞ്ഞാൽ. അതാണ് അങ്ങനെ. ഇപ്പം നമ്മളൊരു 3 മാസം കഷ്ടപ്പെട്ട് വെയിറ്റ് കുറച്ചാൽ 3 ദിവസം നന്നായിട്ട് ഫുഡ് കഴിച്ചാൽ അത് അത്രയും കുറച്ചത്ര തന്നെ കയറും. അതാണ് എൻ്റെ ഒരു ബോഡി ടൈപ്പ്. രഘുവിൻ്റെ മാരേജിന് വരാൻ ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഗുരുവായൂർ വെച്ചിട്ട മാരേജ്, എനിക്ക് ലിമിറ്റഡ് ആൾക്കാരെ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതല്ലാണ്ട് നിങ്ങൾ എല്ലാവരെയും വിളിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. ചേച്ചി ഇനി എപ്പോഴാണ് ട്രിവാൻഡ്രം പോകുന്നത്? ഞാൻ ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. എൻ്റെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് ട്രിവാൻഡ്രം. അപ്പോൾ എന്തായാലും വാങ്ങാൻ പോകേണ്ടി വരും. അപ്പോൾ എപ്പോഴേലും പോകണം. ഈസ് യുവർ വെഡ്ഡിങ് ട്രഡീഷണൽ സ്റ്റൈൽ ഓഫ് വെസ്റ്റേൺ സ്റ്റൈൽ? രണ്ടും കൂടി കലക്കിയ ഒരു സാധനം. ട്രഡീഷണൽ അല്ല വെസ്റ്റേണും അല്ല, ഒരു കൊളോക്കിയൽ സ്റ്റൈല. കൊളമായിരുന്നു മതിയായിരുന്നു. ബ്രൈഡൽ ഷവർ എങ്ങനെ ഉണ്ടായിരുന്നു? ആക്ച്വലി ബ്രൈഡൽ ഷവർ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള 2 ഫ്രണ്ട്സും ഞങ്ങൾ 2 സിസ്റ്റേഴ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അങ്ങനെ മിനിമലായിട്ട് ചെയ്യാനായിരുന്നു താല്പര്യം. പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ കസിൻസായിട്ടോ അങ്ങനെ ആരോട്ടോ വലിയ എന്താ പറയുക ഭയങ്കര അറ്റാച്ച്മെൻറ്റ്, അങ്ങനെ നമ്മളത്ര കമ്പനിയുള്ള ടൈപ്പൊന്നും അല്ല. പിന്നെ എനിക്കങ്ങനെ വിളിക്കാനും അധികം ആൾക്കാരൊന്നുമില്ല. പിന്നെ ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ എല്ലാവരും മൈഗ്രേറ്റ് ചെയ്ത് ഇവിടുന്ന് പോയി. പിന്നെ അതായിരുന്നു അതിൻ്റെ ഒരു ഭംഗി. ഒരുപാട് ആൾക്കാരെ വെച്ചാലും എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഞാൻ പ്രതീക്ഷ അത്രയും ഭംഗിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവരെല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തു, എല്ലാവരും നന്നായിട്ട് കോപ്പറേറ്റ് ഒക്കെ ചെയ്തു കേട്ടോ. ഭയങ്കര ജോളിയായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ വിച്ച് സ്കിൻ ടൈപ്പ് യു ഹാവ്? എനിക്കൊരു കോമ്പിനേഷൻ സ്കിന്നാണ്, അതായത് ഓയിലി ആണ് ഡ്രൈ ആണ്. ഇവിടുന്ന് ഇത്രയും ഭാഗം ഭയങ്കര ഓയിലി ആയിരിക്കും, ഇവിടെ പിന്നെ ഇവിടെയൊക്കെ കുറച്ച് ഡ്രൈ ആയിരിക്കും, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഹണിമൂൺ പ്ലാൻ ചെയ്തോ? ഹണിമൂൺ ഇപ്പോൾ കറൻ്റ്ലി പ്ലാൻ ചെയ്തിട്ടില്ല. കല്യാണത്തിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് അതൊന്നും പ്ലാൻ ചെയ്യാനുള്ള ടൈം കിട്ടിയില്ലടേ. നെയിൽ കെയർ ഇതിപ്പോൾ എക്സ്റ്റൻഷൻ ചെയ്തേക്കാം. എനിക്കങ്ങനെ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. എൻ്റെ ബോഡിയിൽ ഏറ്റവും പെട്ടെന്ന് വളരുന്ന സാധനം നെയിലാണ്. ഇന്ന് വെട്ടിക്കഴിഞ്ഞാൽ നാളെ ആകുമ്പോഴേക്കും കുറച്ചത് വളർന്നിട്ടുണ്ടാകും. എന്ന് വെച്ചാൽ മുടിയൊന്നും അങ്ങനെ വളരത്തില്ല, പക്ഷെ നെയിൽ നന്നായിട്ട് വളരും. ഇപ്പം ഞാനത് എക്സ്റ്റൻഷൻ ചെയ്തേക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കെയറൊന്നും അങ്ങനെ കൊടുക്കണ്ട. വർക്കൗട്ട് സെഷൻ ആൻഡ് ഡയറ്റ് പ്ലീസ്. അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡയറ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ നമുക്കിപ്പോൾ ഹോർമോണൽ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ഈ നോർമൽ ഡയറ്റ് PCOD ഉള്ള ആൾക്കാർക്കൊന്നും ശരിക്കും പറ്റത്തില്ല. അപ്പം നല്ലൊരു ന്യൂട്രീഷനിസ്റ്റിനെ കണ്ടിട്ടായിരിക്കണം നിങ്ങൾ ഡയറ്റ് എടുക്കുക. വെറുതെ ചാടിക്കേറി ഓരോരുത്തർ പറയണ കേട്ട് എടുക്കാതിരിക്കും ബെറ്റർ. പിന്നെ വർക്കൗട്ടും ഓരോരുത്തരുടെ ആ ഒരു കേപ്പബിലിറ്റി വെച്ചായിരിക്കാം. ഇപ്പം എനിക്ക് പൊക്കുന്ന വെയിറ്റ് ആയിരിക്കത്തില്ല പോപ്സ് പൊക്കുന്ന വെയിറ്റ് എടുത്താൽ ഞാൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അവസ്ഥ തീർന്നു. ഒരുപാട് വെയിറ്റ് എടുക്കുമെന്നല്ല, എനിക്ക് അത്രയും കൂടി പൊക്കാനുള്ള ആ ഒരു ഇതില്ല. അപ്പോൾ ഓരോരുത്തരുടെ വർക്കൗട്ട് സെഷൻ ആണെങ്കിലും ഡയറ്റ് ആണെങ്കിലും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. കല്യാണ ഒരുക്കങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമോ?
പിന്നെന്താ ചെയ്യാമല്ലോ, ഉറപ്പായിട്ടും ചെയ്യാം. നിങ്ങളിൽ ആരാ ആദ്യം പ്രപ്പോസ് ചെയ്തേ? ഇവനാ അങ്ങനെ ചോദിച്ചാൽ അറിയത്തില്ല. ഇത് രാത്രിയായിരുന്നു സംഭവിച്ചത്. രാത്രി ഒരു 2 മണി എന്തോ, ഞാൻ പറഞ്ഞില്ലേ വിളിച്ച് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് വിളിക്കാതിരിക്കാൻ പറ്റുന്നൊരവസ്ഥയെ. അപ്പൊ വിളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് രാത്രി എല്ലാരും ഉറങ്ങാ, എന്തോ പറഞ്ഞു എനിക്ക് ഉറക്കപ്പിച്ചാല് ഞാൻ എന്തോ പറഞ്ഞു പോയി. അപ്പൊ അത് എടുത്തു. അപ്പൊ പിന്നെ ഞാനാ പ്രപ്പോസ് ചെയ്തോ പറയണം അന്നോട്ട്. എനിക്കറിയത്തില്ല ഞാനോട് പ്രപ്പോസ് ചെയ്തേന്ന്. അതെ, ഓർക്കത്തിന് എനിക്ക് ശരിക്കും നമ്മൾ ലവേഴ്സ് ആണോ, അത് നമുക്കങ്ങ് ബ്രേക്കപ്പ് ചെയ്താലോ അടുത്ത ദിവസം തന്നെ. അന്ന് ആ ഓർക്കപ്പിച്ചാലും എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ തന്നെയാണോ പ്രപ്പോസ് ചെയ്തത്. അത് ഇപ്പോഴും ഒരു മിസ്റ്ററിയാ. വാട്ട് ആർ 3 words that describe you best? ആൻഡ് ഒരു കുട്ടി ചാനൽ സ്റ്റാർട്ടാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക എന്ന നോ ഐഡിയ. സോ ഹെൽപ്ഫുൾ ടിപ്സ് കൂടെ. ഓക്കെ, ബൈ എ കുട്ടി ഫാൻ. കുട്ടി ഫാൻ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല ക്വാളിറ്റിയിൽ വീഡിയോസ് ഇട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം റീച്ചും ഉണ്ടാവും, നമുക്ക് പെട്ടെന്ന് ഗ്രോ ചെയ്ത് വരാനും പറ്റും. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ നമ്മുടേതായ ഒരു സ്റ്റൈൽ എടുക്കുക. മറ്റുള്ളവരെ കോപ്പി ചെയ്യാൻ നോക്കിയാൽ എല്ലാവരും കൂടി നമ്മളെ വന്നിട്ട് എന്താ പറയാ, അതെ ട്രോൾ താത്തി എന്ന് വെച്ചാൽ മറ്റുള്ള ട്രോളിന് കാര്യമല്ല ഞാൻ പറഞ്ഞത്, നമുക്കത് സെറ്റ് ആവത്തില്ല. നമ്മള് നമ്മള് നമ്മുടെ സ്റ്റൈലിൽ തന്നെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ നോക്കിയാൽ മതി, എല്ലാം സെറ്റ് ആവും. പിന്നെ ചേച്ചി അധിക കമൻസിനും റിപ്ലൈ കൊടുക്കാറുണ്ട്, അധിക യൂട്യൂബേഴ്സും അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ചേച്ചി എങ്ങനെ ഇത് മാനേജ് ചെയ്ത്? സത്യം പറഞ്ഞാൽ മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ്. നമുക്കൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇഷ്ടംപോലെ കമൻസ് വരാറുണ്ട്. അപ്പോൾ കൂടുതലും പോപ്സ് ആണ് ഇരുന്ന് റിപ്ലൈ കൊടുക്കുന്നത്. എനിക്ക് പറ്റുന്നത് ഞാനും കൊടുക്കും. അല്ല ചിലവ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇപ്പോൾ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് നാളെ വീഡിയോ ഇടുന്ന വരെ വരുന്ന കമൻസിന് നമുക്ക് അതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ലാസ്റ്റ് വീക്കിൽ ഇട്ട വീഡിയോസിന്റെ കമന്റ്സ് ഇപ്പോൾ വരുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നോക്കാൻ പറ്റത്തില്ല. ഞാനും പോപ്സ് കൂടിയാണ് കേട്ടോ മാനേജ് ചെയ്യുന്നത്. വാട്ട്സ് 1 talent യു ഹാവ് ദാറ്റ് നോ വൺ നോസ് അബൌട്ട്? എനിക്ക് സൗണ്ട് ഇല്ല, മീൻസ് കൂർക്കം വലിക്കാതെ ഉറങ്ങാൻ പറ്റും. സത്യമായിട്ടും തമാശ പറഞ്ഞല്ല, എനിക്ക് കൂർക്കം വലിക്കാതെ ഉറങ്ങാൻ പറ്റും. അതാണ് ആ ഹിഡൻ ടാലന്റ്. നിങ്ങളുടെ വീഡിയോ കണ്ട ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ എന്ത് തോന്നി? സത്യം പറഞ്ഞാൽ സന്തോഷം, ഭയങ്കര സന്തോഷം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ, കുറേ കുഞ്ഞു പെമ്പിള്ളേരൊക്കെ ഓടി വരും എൻ്റെ കൂടെ ഫോട്ടോ എടുക്കട്ടെ, തള്ളല്ല എന്നാലും ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ച് ഓടി വരും, എൻ്റെ അടുത്തൊന്ന് സംസാരിക്കും. ഇപ്പം ഞാൻ ഈ വൈക്കത്ത് സ്കൂൾ വിട്ട ടൈമിൽ ഇറങ്ങുവാണെങ്കിൽ കൂടി കുറേ പേര് ചേച്ചി എന്ന് പറഞ്ഞിങ്ങനെ ടാറ്റയൊക്കെ തരും. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. പിള്ളേർ മാത്രമല്ല, കുറച്ച് പ്രായമായ അമ്മമാരും ഒക്കെ ഉണ്ടെന്ന് ഞാൻ കുറേ കഴിഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ചെന്നപ്പോഴേക്കും ഒരു ഫാമിലി, കുറച്ച് പ്രായമായ ഒരു ചേച്ചിയൊക്കെ വന്ന് എന്നോട് സംസാരിച്ച് കുറേ പേര് ഹായ് ഒക്കെ തന്നു. അപ്പോൾ ഭയങ്കര സന്തോഷം വീഡിയോ കൊണ്ട് ആൾക്കാരൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ. ചേച്ചി ചാനൽ മോണിറ്റൈസ്ഡ് ആവാൻ എന്താ ചെയ്യുക? ഐ ഓൾസോ ഹാവ് എ ചാനൽ ബട്ട് വ്യൂസ് കുറവാണ്. ഐ എം ട്രൈങ് മൈ ലെവൽ ബെസ്റ്റ്, പ്ലീസ് സപ്പോർട്ട് മീ. നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവാനായിട്ട് അധികം ഒന്നും വേണ്ട അല്ലേ, 1000 സബ്സ്ക്രൈബേഴ്സ് മതി. 3000 വാച്ചവേഴ്സ് അല്ലെങ്കിൽ 10 മില്യൺ ഷോർട്സ്. അത് കഴിഞ്ഞ് മോണിറ്റൈസ്ഡ് ആവും. മോണിറ്റൈസ്ഡ് ആയ ഉടനെ നമുക്ക് ക്യാഷ് കിട്ടത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയൊരു ക്രൈറ്റീരിയ എന്തുകൊണ്ടല്ലേ, അങ്ങനെയാണ് കിട്ടുക കേട്ടോ. നമ്മൾ നല്ല രീതിയിൽ കോണ്ടന്റ്സ് ഒക്കെ അതിനകത്ത് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് ഇറക്കിയാൽ മതി. നിങ്ങളും ഒക്കെ സെറ്റ് ആവും. നമുക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. ചേച്ചിയുടെ വീട്ടിലാണോ പൂപ്സ് നിൽക്കുന്നത്? പൂപ്സ് എന്ന് പറഞ്ഞാൽ വേറെ അടുത്ത പൂപ്സ് അല്ല, പോപ്സ് എന്ന് പറയുന്നത് ഇവന്റെ ഇൻസ്റ്റ നെയിം ഹാരിസ് പോപ്സൈൻസ് ആയതുകൊണ്ട് ഞാൻ അന്ന് പോപ്സ് എന്ന് വിളിച്ചിട്ട് അങ്ങനെ വിളിക്കുന്നതാണ്. പോപ്സ് എൻ്റെ അടുത്തല്ല നിൽക്കുന്നത്. നമ്മള് പോപ്സിന്റെ അപ്പാർട്ട്മെന്റ്, ഞാൻ ഇവിടെ ഇടക്ക് വരുന്നു, ഞാനൊരു വിസിറ്റർ മാത്രം. പണ്ടത്തെ ചേച്ചിയിൽ ഇപ്പോഴത്തെ ചേച്ചിയിൽ ഒരുപാട് മാറി. സോ വാട്ട്സ് ദ റീസൺ? കാണാൻ നല്ല മാറ്റമുണ്ട്. നമ്മളിപ്പോൾ എല്ലാവരും ഒരേപോലെ ഇരിക്കത്തില്ലല്ലോ ടൈമിലും. വലുതായാലേ വരെ, കുറച്ചുകൂടി കഴിയുമ്പോൾ വയസ്സാകുമ്പോൾ ഇനിയും മാറും അല്ലേ. ഇപ്പോഴേ വയസ്സായി തുടങ്ങി. പിന്നെ വെയിറ്റ് ലോസ് ഒക്കെ ആയ ടൈമിൽ കുറച്ചുകൂടി മാറ്റം നമുക്ക് വരും. അല്ലാതെ വലിയ മാറ്റം. പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മൾ എന്തിലെങ്കിലും കുറച്ച് എന്താ പറയാ സ്കിൻ കെയർ ഇതൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ അപ്പം നമ്മുടെ സ്കിന്നിലൊക്കെ മാറ്റം വരും. നമ്മൾ കെയർ അനുസരിച്ച് എല്ലാത്തിലും മാറ്റം വരും. അതുപോലെ വല്ല വന്നേ ആവുള്ളൂ. അല്ലാതെ സ്വഭാവത്തിലൊന്നും എൻ്റെ മാറ്റം വന്നിട്ടില്ല കേട്ടോ. പണ്ടും ഇപ്പോഴൊക്കെ ഒരുപോലെയാണ്. രണ്ടുപേരുടെയും വെയിറ്റ് ആൻഡ് ഹൈറ്റ്. ഞങ്ങൾ രണ്ടുപേരും 165 സെന്റിമീറ്റർ ആണ്. പിന്നെ വെയിറ്റ് ലാസ്റ്റ് ഞാനൊരു 1 വീക്ക് മുന്നേ നോക്കിയപ്പോൾ എനിക്കൊരു 72 ഉണ്ടായിരുന്നു. പോപ്സിന് എത്ര 74 അത്ര ഒന്നും ഉണ്ടായിരുന്നു. പോപ്സ് എന്നെക്കാളും വെയിറ്റ് കുറഞ്ഞ ആളായിരുന്നു. ഇപ്പോൾ അവന് വെയിറ്റ് കുറച്ച് കയറി വരുന്നുണ്ട്. ഞാൻ പിന്നെ ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കുന്നതുകൊണ്ട് വെയിറ്റ് കുറച്ച് കുറഞ്ഞും വരുന്നുണ്ട്. പിന്നെ ചേച്ചി എവിടെയാ താമസിച്ചുകൊണ്ടിരുന്നേ? വൈക്കം തന്നെയാണോ? ചേച്ചി ഏത് സ്കൂളിലാണ് പഠിച്ചേ? അതെ, ഞാൻ വൈക്കം തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ജോലി ഇടയ്ക്കൊന്ന് എറണാകുളത്തൊന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു, ജോലി ചെയ്യുന്ന ടൈമിൽ. അതല്ലാണ്ട് ഞാൻ വൈക്കത്ത് തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്.
ഞാൻ പിന്നെ സ്കൂൾ പഠിച്ചതെന്ന് ചോദിച്ചാൽ 10th വരെ KPM പൂത്തോട്ടിലായിരുന്നു. +1 +2 വൈക്കം ഗേൾസിലായിരുന്നു. പിന്നെ ബിടെക് ചെയ്തത് മൂവാറ്റുപുഴ സിസാറ്റിലും ചെയ്തു. 3rd ഇയർ ആയപ്പോൾ അവിടുന്ന് കോളേജിൽ ചെറുതായിട്ട് പൂട്ടിപ്പോയി. അതുകൊണ്ട് ബാക്കി KME ആലുവയിലാണ് ചെയ്തേ. കുക്കിംഗ് എങ്ങനെയാ പഠിച്ചേ? ഫസ്റ്റ് ഉണ്ടാക്കിയ ഫുഡ് എന്തായിരുന്നു? അത് കഴിച്ചിട്ടുള്ള ഫാമിലി ആൻഡ് യുവർ റിയാക്ഷൻ എന്തായിരുന്നു? കുക്കിംഗ് എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ വെറുതെ കുഞ്ഞില് ഒരു 10th 9th ഒക്കെ പഠിക്കുന്ന ടൈമിൽ 8th പഠിക്കുന്ന ടൈമില് വെറുതെ ഞാനിങ്ങനെ അമ്മ എന്തെങ്കിലും ഇളക്കാൻ തന്നാൽ വെറുതെ സംസാരിക്കും, നമുക്ക് ഇതിനകത്തെ കുറച്ച് മഞ്ഞപ്പൊടി ഇടാം, കുറച്ച് മല്ലിപ്പൊടി ഇടാം, നന്നായിട്ട് ഇളക്കാം, അങ്ങനത്തെ രീതി ഇങ്ങനെ സംസാരിച്ചോണ്ടേ ഇരിക്കും. പിന്നെ ഞാനാണെങ്കിൽ അന്ന് യൂട്യൂബും ഇല്ല, ഫോണും ഇല്ല, ആകെപ്പാടുള്ള ദൂരദർശൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കേബിൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നിയ ചപ്പാത്തിയുടെ പോലെ ഡോയൊക്കെ കുഴച്ച് പരത്തിയിട്ട് അതിനുള്ളിൽ സവോള വാട്ടി വെച്ച് വറുത്തെടുക്കും. എന്നിട്ട് അച്ചാച്ചനും അച്ചാമ്മയ്ക്ക് കൊടുക്കുമായിരുന്നു. പാവം മരിച്ചുപോയി, അച്ചാച്ചനോട് മരിച്ചു. അച്ചാമ്മയുണ്ട്, കഴിച്ചിട്ട് മരിച്ചു പോയതല്ല കേട്ടോ. ഞാനിങ്ങനെ കൊണ്ടേ കൊടുക്കും. അവർ രണ്ടും ആണെങ്കിലും ഒന്നും മിണ്ടാണ്ട്. ആ സമയം അച്ഛന് കൊടുത്ത അച്ഛന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും, അമ്മയാണേലും കൊള്ളാന്ന് പറയും. പക്ഷെ അവര് മിണ്ടാണ്ടിരുന്ന് തിന്നുമായിരുന്നു. പാവം, ഞാൻ അവരിലാട്ടോ ആദ്യമായിട്ട് പരീക്ഷിക്കുന്നത്. പിന്നെ കുക്കിംഗ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ മടിയുണ്ട് ഭയങ്കരമായിട്ട്, അല്ലാണ്ട് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അപ്പം ഓരോന്ന് റെഫർ ചെയ്തിട്ടും അല്ലാതെ ഓൾറെഡി എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയായിരുന്നു. അല്ലാണ്ട് കുറച്ച് സാധനങ്ങൾ റെഫർ ചെയ്തിട്ടാട്ടോ ഈ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഇറക്കുന്നത്. പിന്നെ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയ ഫുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ വെച്ച് ഉണ്ടാക്കിയത് സ്നാക്ക് ഐറ്റംസാണ്. പണ്ട് ഈ കട്ട്ലേറ്റ് ഒക്കെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയത്തില്ല. അപ്പം എൻ്റെ അമ്മയ്ക്കും അങ്ങനെ ഇത് ഉണ്ടാക്കുന്നതായിരുന്നല്ലോ. അമ്മയ്ക്ക് വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് ഇല്ലാണ്ട് ഇതുപോലെ സാധനമൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചിരിക്കുന്നത് എന്തോ മാവ് കുഴച്ച് ഇങ്ങനെ വറുത്തെടുക്കുന്നത്. അപ്പം ഞാൻ ഗോതമ്പ് മാവ് ഇതുപോലെ കട്ടിക്ക് കുഴച്ച് വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഒരു ഉരുളങ്കല്ല് പോലെ ഇരിക്കും, ഇറങ്ങി ഒരാൾ ചാവും, ആ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ കുറേ സാധനം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതൊക്കെയാണ് ഫസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ്. പിന്നെ പോപ്സിന് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ട് ഫ്രൈഡ് റൈസ് ആണ്, അല്ല ഒരു സമൂസയായിരുന്നു. അതെന്തായിരുന്നു, മറ്റേ സമൂസ. മറ്റേ സമൂസ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോൾസ് ഇല്ലേ, അയ്യോ എൻ്റെ പേരെന്തായിരുന്നു, സോയാബീൻ്റെ എന്താ പറയാ സമൂസയാണ് ഞാൻ പോപ്സിന് ആദ്യം ഉണ്ടാക്കി കൊടുത്തത് കേട്ടോ. പിന്നെ ഫാമിലിയുടെ റിയാക്ഷൻ ഞാൻ മീൻകറിയൊക്കെ വെക്കാൻ നോക്കിയിട്ടുണ്ട്. എന്നിട്ട് എന്തോ ടേസ്റ്റ് ഒക്കെ വേറെ രീതിയിലായിട്ട് അച്ഛനൊന്നും കഴിച്ചില്ല. അങ്ങനെയൊക്കെയായിരുന്നു ഫാമിലിയുടെ ഫസ്റ്റ് റിയാക്ഷൻ. യൂട്യൂബ് ജേർണി എന്ന് പറയുമ്പോൾ അത് നമുക്ക് എന്താ പറയാ, നമ്മൾ വിചാരിക്കാത്ത രീതിയിലാട്ടോ. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഒരു ഇൻസ്റ്റയിൽ നമ്മൾ എടുക്കുന്ന വീഡിയോസ് യൂട്യൂബിൽ ഇടുന്ന ടൈമിൽ ഒരു 2000 സംതിങ് നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ തൊട്ട് നമുക്ക് ഇങ്ങനെ കയറിയ ഗ്രാഫ് ഇപ്പോഴും അതുപോലെ തന്നെയാണ് കേട്ടോ. കുറേ ആൾക്കാർ സപ്പോർട്ടൊക്കെ ഉണ്ട്. നെഗറ്റീവ് പറയാൻ ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറേ ആൾക്കാർ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമ്മുടെ ചാനൽ ഇപ്പോഴും ഗ്രോയിങ് ആണ്. എനിക്ക് തോന്നുന്ന ഒരു 8000 സബ്സ്ക്രൈബേഴ്സിന് വന്നാൽ നമ്മുടെ ചാനൽ 2 lakh ആയിട്ട് മാറും. നമ്മൾ 2 lakh ഫാം ആവും കേട്ടോ. അപ്പോൾ അതേ വെയിൽ ഭയങ്കരമായിട്ട് കയറി തുടങ്ങി. ലൈറ്റും ഭയങ്കര അത് ഗ്ലാസ് ഇട്ട റൂം ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര പാടാണ് ഇവിടെ ഇരിക്കാൻ. അപ്പം നമുക്ക് പതുക്കെ ഈ ഒരു സെഷൻ എൻഡ് ചെയ്യാം. അപ്പോൾ കുറേ പേരുടെ ക്വസ്റ്റ്യൻസ് വിട്ടുപോയിട്ടുണ്ട്. ഞാൻ ഇങ്ങനൊരു ഇതിട്ട ടൈമിൽ 1700 സംതിങ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇത്ര വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കൂടിപ്പോയൊരു 10-200 ക്വസ്റ്റ്യൻസ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ അത്രത്തോളം നമുക്ക് നമ്മളെക്കുറിച്ച് അറിയാൻ കുറേ പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണല്ലോ അർത്ഥം. അപ്പോൾ ഈ വിട്ടുപോയ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പിന്നെ ഒരു Q&A ഇറക്കാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.